നമ്മുടെ അടുത്ത ടോപ്പിക്ക് ഇൻഡക്റ്റൻസ് ആണ്. ഈ ഒരു ചാപ്റ്ററിൽ, ആറാമത്തെ ചാപ്റ്ററിൽ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അത് ഇൻഡക്റ്റൻസ് ആണ്. എന്താണ് ഇൻഡക്റ്റൻസ്? അതൊരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണോ, അത് വെക്റ്റർ ക്വാണ്ടിറ്റി ആണോ, എന്തെങ്കിലും തരത്തിലുള്ള മാത്തമാറ്റിക്കൽ ഇക്വേഷൻ അതിനുണ്ടോ, അതിൻ്റെ യൂണിറ്റ് എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കറൻറ്റ് ക്യാരിയിങ് സർക്കുലർ കോയിലിന് വിചാരിക്കുക. നമ്മുടെ കയ്യിൽ ഒരു സിംഗിൾ ടേണുള്ള ഒരു സർക്കുലർ കോയിലുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടി കറൻറ്റും കടന്നു പോകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ സർക്കുലർ കോയിൽ എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യും. അതിലൊരു നോർത്ത് പോൾ ഉണ്ടായിരിക്കും, ഒരു സൗത്ത് പോൾ ഉണ്ടായിരിക്കും. നമ്മൾ കാണുന്ന ഭാഗത്ത് ക്ലോക്ക് വൈസ് ആയിട്ടാണ് കറണ്ട് പോകുന്നതെങ്കിൽ ആ ഭാഗം സൗത്ത് പോളും നേരെ അപ്പുറത്തുള്ള ഭാഗം നോർത്ത് പോളുമായിരിക്കും. അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഏറ്റവും ആദ്യത്തെ പോയിന്റ് നിങ്ങളൊന്ന് നോക്കൂ. ഫ്ലക്സ് ലിങ്കേജ് ഓഫ് എ ക്ലോസ്ലി വൗണ്ട് കോയിൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കറണ്ട്. എൻ്റെ കയ്യിലുള്ള ആ ഒരു സർക്കുലർ കോയിലിൽ ഞാൻ കറണ്ട് കടത്തി വിടുന്നുണ്ട്. ആ കറണ്ട് കാരണം ആ സർക്കുലർ കോയിലിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ലൈനും ഉണ്ടാകുന്നുണ്ട്, ഒരു മാഗ്നറ്റിക് ഫ്ലക്സും ഉണ്ട്. ഞാൻ കറണ്ട് കൂട്ടി എന്ന് വിചാരിക്കുക. കറണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് മനസ്സിലാകും അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡും കൂടും. മാഗ്നറ്റിക് ഫീൽഡ് കൂടിക്കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സും കൂടും. അതായത് മാഗ്നറ്റിക് ഫ്ലക്സും കറൻറ്റും തമ്മിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ ഫ്ലക്സ് ലിങ്കേജ് ഓഫ് എ ക്ലോസ്ലി വൗണ്ട് കോയിൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കറണ്ട്. ഇവിടെ നമ്മൾ എടുക്കുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. ഫൈ സഫിക്സ് ബി, ഫൈ ബി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ. ഇപ്പോൾ നമ്മളെടുത്തത് ഒരു സിംഗിൾ ടേണുള്ള കോയിലായിരുന്നു. അതിൽ n ടേൺസ് ഉണ്ടെങ്കിൽ, ആ കോയിലിൽ n ടേൺസ് ഉണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻ എന്ത് സംഭവിക്കും നോക്കാം നമുക്ക്. ഇഫ് ദർ ആർ n ടേൺസ്, ഫൈ ബി പ്രൊപ്പോർഷണൽ ടു ഐക്ക് പകരം നമുക്ക് n ഇൻറ്റു ഫൈ ബി പ്രൊപ്പോർഷണൽ ടു ഐ എന്ന് എഴുതാം. അതായത് n എന്ന് പറയുന്ന ഒരു ഫാക്ടർ കൊണ്ട് നിങ്ങളവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഫൈ ബി പ്രൊപ്പോർഷണൽ ടു ഐ ആയിരുന്നു. n ടേൺസ് ഉണ്ടെങ്കിൽ അത് n ഫൈ ബി പ്രൊപ്പോർഷണൽ ടു ഐ ആയിട്ട് മാറും. ഇത് പക്ഷേ ഒരു ഇക്വേഷൻ അല്ല, അതൊരു റിലേഷൻഷിപ്പാണ്. n ഫൈ ബി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ എന്ന് പറയുന്നത് ഒരു റിലേഷനാണ്. നമുക്കതിനെ എന്താക്കി മാറ്റണം? ഒരു ഇക്വേഷൻ ആക്കി മാറ്റണം. അതിനുവേണ്ടി ഈ പ്രൊപ്പോർഷണാലിറ്റി സൈനെ നമുക്ക് അവിടെ നിന്ന് മാറ്റി ഈക്വൽ ടു സൈൻ കൊണ്ടുവരണം. നമുക്കറിയാവുന്നതുപോലെ ഈക്വൽ ടു സൈൻ കൊണ്ടുവരണമെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് നമ്മളവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അതായത് n ഫൈ ബി ഈക്വൽ ടു കെ ഇൻറ്റു ഐ, ഓർ കെ ഈസ് ഈക്വൽ ടു ഈ ഐനെ നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരിക, n ഫൈ ബി ഡിവൈഡഡ് ബൈ ഐ. ഈ കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റിയെ വിളിക്കുന്ന പേരാണ് ഇൻഡക്റ്റൻസ്, വേർ കെ ഈസ് കോൾഡ് ഇൻഡക്റ്റൻസ്. ഇനി ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. അത് മെഷറബിൾ ആണ്. അതിനൊരു SI യൂണിറ്റ് ഉണ്ടായിരിക്കും. അത് ഹെൻറി ആണ്. എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരിക്കൽ കൂടി വളരെ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങളൊന്നും കൂടി ചർച്ച ചെയ്യാം. ഒരു കോയിലുമായി ബന്ധപ്പെട്ട, ഒരു ക്ലോസ്ലി വൗണ്ട് കോയിലുമായി ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫ്ലക്സ് കറൻറ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഫൈ ബി പ്രൊപ്പോർഷണൽ ടു ഐ. ഇനി ആ കോയിലിൽ n ടേൺസ് ഉണ്ടെങ്കിൽ ഫൈ ബി പ്രൊപ്പോർഷണൽ ടു ഐ എന്ന് പറയുന്ന ഇക്വേഷനെ നമുക്ക് n ഫൈ ബി പ്രൊപ്പോർഷണൽ ടു ഐ എന്ന് എഴുതാം. പ്രൊപ്പോർഷണാലിറ്റി സൈനെ മാറ്റുന്നതിനായി ഞാനൊരു കോൺസ്റ്റൻറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അതാണ് k. സോ n ഫൈ ബി ഈക്വൽ ടു k ഇൻറ്റു ഐ, ഓർ k ഈസ് ഈക്വൽ ടു n ഫൈ ബി ഡിവൈഡഡ് ബൈ ഐ. ആ കെനെ വിളിക്കുന്ന പേരാണ്, അതൊരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ആ കെനെ വിളിക്കുന്ന പേരാണ് ഇൻഡക്റ്റൻസ്. അതൊരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്, മെഷറബിൾ ആണ്, SI യൂണിറ്റ് ഉണ്ട്. ആ SI യൂണിറ്റ് ഹെൻറി ആണ്. ക്യാപിറ്റൽ H എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഹെൻറിയെ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു കണ്ടക്ടറിൽ, അതല്ലെങ്കിൽ ഒരു കോയിലിൽ, അതല്ലെങ്കിൽ ഒരു സോളിനോയിഡിൽ രണ്ട് രീതിയിൽ കറണ്ട് ഡെവലപ്പ് ചെയ്തെടുക്കാം. ചുരുക്കി പറയുകയാണെങ്കിൽ ഇൻഡക്റ്റൻസ് തന്നെ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് സെൽഫ് ഇൻഡക്റ്റൻസും രണ്ടാമത്തേത് മ്യൂച്വൽ ഇൻഡക്റ്റൻസും. ഒരു കോയിലിൽ രണ്ട് രീതിയിൽ നമുക്ക് കറണ്ട് ഡെവലപ്പ് ചെയ്തെടുക്കാം. സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്ന മെത്തേഡ് വഴിയും മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന മെത്തേഡ് വഴി. ആ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്ന മെത്തേഡിലെ ഇൻഡക്റ്റൻസിന് നമുക്ക് സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് വിളിക്കാം. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന മെത്തേഡിലെ ഇൻഡക്റ്റൻസിനെ നമുക്ക് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് വിളിക്കാം.
നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് സെൽഫ് ഇൻഡക്ഷൻ, എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നൊക്കെയാണ്.